നമ്മളെ ആര് ഭരിക്കണം, നമുക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ആര് ചെയ്യണം എന്നത് ജനം തെരഞ്ഞെടുക്കുന്നതിനെയാണ് ജനാധിപത്യത്തിലെ വോട്ട് എന്ന് പറയുന്നത്. ആ വോട്ട് ഓരോ മനുഷ്യന്റെയും മൗലിക അവകാശങ്ങളിൽ പെടുന്ന ഒന്ന് തന്നെയാണ്. ഇവിടുത്തെ ഓരോ മനുഷ്യർക്കും അവരുടെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങളിൽ അധിഷ്ഠിതമായിട്ടാണ് ഓരോരുത്തരും വോട്ട് രേഖപ്പെടുത്തുന്നത്. ചിലർ രാഷ്ട്രീയപരമായിട്ടുള്ള അവരുടെ നിലപാടുകൾ വെളിപ്പെടുത്തിക്കൊണ്ട് വോട്ട് ചെയ്യുന്നവരുണ്ട്, മറ്റു ചിലർ വ്യക്തികളെ നോക്കി വോട്ട് ചെയ്യുന്നവരുണ്ട്. ചിലപ്പോൾ അതുവരെ ഭരിച്ചിരുന്ന ആ ഒരു കക്ഷിയുടെ നിലവിലെ സാഹചര്യത്തിലുള്ള പെർഫോമൻസിനെ ബേസ് ചെയ്ത് വോട്ട് ചെയ്യുന്നവരുണ്ട്, അവരുടെ അഴിമതിക്കെതിരെ വോട്ട് ചെയ്യുന്നവരുണ്ട്, പ്രതിപക്ഷത്തിരുന്നവരുടെ കർക്കശമായ തീരുമാനങ്ങളുടെ മൂല്യത്തിനെ നോക്കിക്കൊണ്ട് വോട്ട് ചെയ്യുന്നവരുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലുമുള്ള ഒരുപാട് ഘടകങ്ങൾ ചേർന്ന് തന്നെയാണ് മലയാളികൾ വോട്ട് രേഖപ്പെടുത്തുന്നത്. അപ്പൊ 2026 ഇലക്ഷന് നിങ്ങൾ ആർക്കാണ് വോട്ട് ചെയ്യാൻ പോകുന്നത്? ഒരു ബാലൻസിംഗിൽ നിർത്തിക്കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു ബാലൻസിംഗ് നമുക്കറിയാമായിരുന്നു. 5 വർഷം UDF ഭരിച്ചു കഴിഞ്ഞാൽ 5 വർഷം അവിടെ അടുത്ത LDF ഭരിക്കും. അതിനൊരു മാറ്റം വന്നത് ഈ കഴിഞ്ഞു പോയ പ്രളയകാലത്തും അതുപോലെ തന്നെ നമ്മൾ അനുഭവിച്ചിരുന്ന കോവിഡ് മഹാമാരിയിലും വളരെ സുദീർഘമായ ഒരു പ്രവർത്തനം കാഴ്ചവെച്ച ഇടത് സർക്കാരിന് പിന്നെയും ഒരു ഭരണ തുറച്ച കൊടുക്കുന്നതിന് ഇവിടുത്തെ ജനത്തിന് ഒരു മടിയും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ 99 സീറ്റുകൾ നൽകിക്കൊണ്ട് അന്ന് നടന്ന ഇലക്ഷനിൽ, അതായത് 2021 നടന്ന ഇലക്ഷനിൽ ഇവിടെ ഒരു സർക്കാരിനെ ജനം തെരഞ്ഞെടുക്കുകയുണ്ടായി. ആ സർക്കാർ അന്ന് തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ അന്ന് ഇവിടെ അതിന് കാരണമായ റീസൺ ആയിട്ട് പറയുന്നത് നമ്മൾ ഇതുപോലുള്ള പ്രളയം, കോവിഡിൽ അവർ നടത്തിയിട്ടുള്ള അവരുടെ പ്രവർത്തനങ്ങളെയാണ് ജനം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ടായിരുന്നത്. ഇന്നിപ്പോ കാലം മാറി. അതിനുശേഷം അവർ അടുത്തൊരു 5 ടേം ഇവിടെ ഭരിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായി, ഒരുപാട് നല്ല പ്രവൃത്തികൾ അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് പ്രതിഷേധങ്ങൾ നമ്മൾ കണ്ടു, ഒരുപാട് കുറ്റവിചാരണകൾ നമ്മൾ കേട്ടു. എന്തിനേറെ ഒരുപാട് മന്ത്രിമാർക്കെതിരെ ഒരുപാട് അലിഗേഷനുകൾ ഇവിടുത്തെ പ്രതിപക്ഷം കൊണ്ടുവന്നു. പക്ഷെ എവിടെയൊക്കെയോ എല്ലാം തന്നെ പൂർണ്ണമായിട്ടും അവർക്ക് തെളിയിക്കപ്പെടുവാനൊന്നും സാധിച്ചില്ല എങ്കിലും ഒരുപാട് അഴിമതികൾ ഈ കഴിഞ്ഞ 5 ടേമുകളിൽ ഇവിടെ ആരോപിക്കുകയുണ്ടായി. പക്ഷെ ഇതെല്ലാം തന്നെ ആരോപണങ്ങളായി തന്നെ നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. പക്ഷെ ഇവിടെ വികസനം പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ കേരളത്തിൽ നടന്നിട്ടുള്ള വികസന പ്രവർത്തനങ്ങളെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഇവിടുത്തെ ഒരു രാഷ്ട്രീയ കക്ഷിയും വോട്ട് ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. അതായത് പ്രതിപക്ഷത്ത് നിൽക്കുന്ന പാർട്ടികൾ, കോൺഗ്രസ് ആയാലും BJP ആയാലും കേരളത്തിലെ വികസന രാഷ്ട്രീയത്തെ ചർച്ച ചെയ്തുകൊണ്ട് ഇവിടുത്തെ ഇലക്ഷനെ നേരിടാൻ ഇവിടെ ആർക്കും ധൈര്യമില്ല. അതൊരു പക്ഷേ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സർക്കാരിന്റെ ഭാഗത്തുള്ള വികസന പ്രവർത്തനങ്ങൾ തന്നെയായിരിക്കും അതിന് കാരണം. പക്ഷെ എവിടേക്കോ ചില പോരായ്മകൾ, അത് നമുക്കറിയാമല്ലോ, തുടർച്ചയായിട്ടുള്ള ഭരണങ്ങളിൽ ഉണ്ടാവുന്ന ഒരു മേൽക്കൈ കൊണ്ട് എവിടേക്കോ ചില പോരായ്മകൾ ഇവിടുത്തെ ജനത്തിന് തോന്നിയിട്ടുണ്ട്. മാറ്റമാണോ ഇവിടെ വരേണ്ടത്, അതോ ഇപ്പോൾ ഭരിക്കുന്നവർ തന്നെയാണോ നമ്മളെ ഇനിയും ഭരിക്കേണ്ടത്? നമുക്ക് എല്ലാവർക്കും അറിയാം, NDA എന്ന് പറയുന്ന സഖ്യം, അതായത് BJPയുടെ സഖ്യം ഇന്ന് ഇന്ത്യ എമ്പാടുമുള്ള വലിയ ശക്തമായിട്ടുള്ള ഒരു പാർട്ടിയാണ്. അവർ 3ാമത്തെ ടേമിലാണ് നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിൽ സ്ഥാനം ഉറപ്പിച്ചിട്ടുള്ളത്. 3ാമത്തെ പ്രാവശ്യമാണ് അവർക്ക് തുടർച്ചയായിട്ട് അവിടെ ഭരണം ലഭിക്കുന്നത്. പക്ഷെ ഇന്നും അവർ ശരിയായ രീതിയിൽ കേരളത്തിൽ ചുവട് വെക്കുവാൻ അവർക്ക് സാധിക്കുന്നില്ല. അതിനിവിടുത്തെ മലയാളികൾ പറയുന്ന ഒരു കാര്യം, അവർ ഉയർത്തുന്ന അവരുടെ മതപരമായിട്ടുള്ള, അതായത് ഹിന്ദുത്വപരമായിട്ടുള്ള അവരുടെ അജണ്ടകളെ ഇവിടുത്തെ മണ്ണിൽ വേരോടിക്കില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് ഇവിടുത്തെ കേരളീയർ അവരെ ഇതുവരെ സ്വീകരിക്കാതിരിക്കുന്നത്. അവർ അവരുടെ നയങ്ങൾ ഇടയ്ക്കിടയ്ക്ക് മാറ്റുകയും അവരുടെ പ്രവർത്തനങ്ങൾ ഇടയ്ക്കിടയ്ക്ക് മാറ്റുകയും പുതിയ പുതിയ വികസന കാഴ്ചപ്പാടുകൾ നമ്മുടെ ഇടങ്ങളിലേക്ക് കൊണ്ടുവരികയും ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും അത് എന്തുമാത്രം നമ്മുടെ കേരളത്തിൽ പ്രതിഫലിക്കുന്നുണ്ട് എന്നുള്ളതിന്റെ വ്യക്തമായ ദിശാസൂചിക ഈ 2026 നടക്കാൻ പോകുന്ന ഇലക്ഷനിലൂടെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. അവർ എത്ര ശതമാനമാണ് വോട്ട് ഷെയർ കൂട്ടുവാൻ പോകുന്നത്, അവർക്കിവിടെ ഒരു MLA കൊണ്ടുവരാൻ കഴിയുന്നുണ്ടോ? നമുക്ക് എല്ലാവർക്കും അറിയാം, നേമം എന്ന് പറയുന്ന മണ്ഡലം ഒരിക്കൽ അവർക്കൊരു MLA നൽകിയ മണ്ഡലമാണ്. അവിടെ അന്ന് ശിവൻകുട്ടിയെ തോൽപ്പിച്ച് അന്ന് O രാജഗോപാൽ ജയിച്ചപ്പോൾ അടുത്ത 5 വർഷം കഴിഞ്ഞതിന് ശേഷം ആ തുറന്ന അക്കൗണ്ട് പൂട്ടി അവിടെ ഒരു മന്ത്രിയായാണ് ശിവൻകുട്ടി ഇന്ന് നിൽക്കുന്നത്. അതേ ശിവൻകുട്ടിയെ തന്നെയാണ് ഇന്ന് LDF സർക്കാർ കളത്തിലേക്ക് ഇറക്കുന്നതും. ആ സർക്കാരിന്റെ നേട്ടങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെയാണ് ശിവൻകുട്ടി മണ്ഡലത്തിലുടനീളം പ്രചരണം നടത്തുന്നത്. BJP ആവട്ടെ, അവർ ആദ്യം പ്രഖ്യാപിച്ച അവരുടെ സ്ഥാനാർത്ഥി നേമത്താണ്. അവരുടെ സംസ്ഥാന പ്രസിഡന്റായ രാജീവ് ചന്ദ്രശേഖറാണ് BJPയുടെ സ്ഥാനാർത്ഥി. കോൺഗ്രസ് ഇന്നും അനിശ്ചിതത്വത്തിൽ നിൽക്കുന്നു. ഇന്നും അവിടെ ആരും ഒരു തീരുമാനത്തിൽ എത്തിയിട്ടില്ല. അങ്ങനെ ഇതിന്റെ ചുവടുകൾ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ കലുഷിതമാവുന്ന കേരള രാഷ്ട്രീയത്തിൽ നിങ്ങൾ ആർക്കാണ് വോട്ട് നൽകാൻ പോകുന്നത്? നിങ്ങൾ ആരെയാണ് പിന്തുണയ്ക്കാൻ പോകുന്നത്? ഇവിടുത്തെ ഒരു ഭൂരിപക്ഷം ജനത്തിന് ആരെയാണോ താല്പര്യം, ഇവിടെ 100% എടുത്തു നോക്കുമ്പോൾ വോട്ട് ഷെയറിംഗിൽ ആരാണോ കൂടുതൽ നിൽക്കുന്നത് അവരാണ് അടുത്ത 5 വർഷം നമ്മളെ ഭരിക്കാൻ പോകുന്നത്, നമുക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ പോകുന്നത്.
ഇവിടെ ജാതിയും മാറ്റി വെച്ചുകൊണ്ട് രാഷ്ട്രീയം പറയുന്നവന് വോട്ട് കൊടുക്കാം, അതുപോലെ വികസനം പറയുന്നവന് വോട്ട് കൊടുക്കാം. മതവും ജാതിയും പറഞ്ഞ് നിങ്ങളുടെ പടിവാതിൽ വരുന്നവനെ നിങ്ങൾ വോട്ട് കൊടുത്തല്ല സ്വീകരിക്കേണ്ടത്, ചൂല് കൊടുത്താണ് സ്വീകരിക്കേണ്ടതാണെന്ന് എൻ്റെ അഭിപ്രായം. കാരണം നമ്മുടെ ഇടങ്ങളിൽ നമ്മൾ കാണുന്ന കാഴ്ചപ്പാടുകളിൽ നമ്മുടെ പുതിയൊരു തലമുറയെ നമ്മൾ പടുത്തുയർത്തുമ്പോൾ വികസനം പറയുന്നവന് വോട്ട് കൊടുക്കുക തന്നെ വേണം. നാളെയുടെ ലക്ഷ്യങ്ങൾ കണ്ടുകൊണ്ട് നാളെയുടെ ഒരു ജനതയ്ക്ക് വേണ്ടി സംസാരിക്കുന്ന പുതിയ പുതിയ തലമുറയിലെ ചെറുപ്പക്കാർ വരട്ടെ. ഇവിടെ ഇന്നും കാണുന്ന അധികാരമോഹികളായിട്ടുള്ള ഒരുപാട് പേരെ നമുക്ക് കാണാൻ സാധിക്കും. അതിപ്പോ എല്ലാ രാഷ്ട്രീയ കക്ഷിയിലുമുണ്ട്. അത് ഒരുപടി മുകളിൽ നിൽക്കുന്നത് കോൺഗ്രസിലാണ് എന്ന് മാത്രമേ എനിക്ക് പറയുവാനുള്ളൂ. പക്ഷേ എല്ലാ രാഷ്ട്രീയ കക്ഷികളിലും ഇതുപോലുള്ള അധികാരമോഹികളുണ്ട്. പ്രായം എത്ര കഴിഞ്ഞാലും വെച്ച് മാറാത്ത കസേരയിന്മേൽ വാർദ്ധക്യത്തിൽ പോലും ഒരു സീറ്റ് എരന്ന് കരഞ്ഞു മേടിക്കുന്ന ഇവിടുത്തെ നേതാക്കളെ കാണുമ്പോൾ ഇവിടുത്തെ പ്രബുദ്ധരായ മലയാളികൾക്ക് ഒരു വോട്ടറായ എനിക്ക് പോലും പുച്ഛമാണ് തോന്നുന്നത്. അതുകൊണ്ട് ഇവിടുത്തെ രാഷ്ട്രീയം യുവതലമുറ ഏറ്റെടുക്കട്ടെ, പുതിയ പുതിയ കാഴ്ചപ്പാടുകൾ അവർ കൊണ്ടുവരട്ടെ. പിൻബോണായി അല്ലെങ്കിൽ ഒരു പിറകിലുള്ള ഒരു ശക്തിയായിട്ട് ഇവിടുത്തെ എന്താ പറയുക പഴയ തലമുറയിലെ ആളുകൾ നിലകൊള്ളട്ടെ. അവർ ചരട് വലിക്കുന്നതാവരുത് രാഷ്ട്രീയമെങ്കിലും, അവർ ചരട് വലിക്കുന്നതാവരുത് അവിടുത്തെ ഭരണവും. അവരുടെ നിർദ്ദേശങ്ങൾ നൽകുക, പക്ഷേ യുവത്വം തിരഞ്ഞെടുക്കുന്ന യുവത്വം നേതൃത്വം നൽകുന്ന പുതിയ പുതിയ രീതികൾ, പുതിയ പുതിയ സങ്കല്പങ്ങൾ, പുതിയ പുതിയ കാഴ്ചപ്പാടുകൾ നമ്മുടെ ഇടങ്ങളിൽ ഉണ്ടാവട്ടെ. ഒരു പുതിയൊരു മാറ്റം നമുക്ക് ഉണ്ടാവട്ടെ, പുതിയൊരു വികസനം നമുക്ക് ഉണ്ടാവട്ടെ, പുതിയ പുതിയ മാതൃകകൾ നമുക്ക് ഉണ്ടാവട്ടെ. കേരളം എന്നും എപ്പോഴും ലോകത്തിന് മുന്നിൽ വിരൽ ചൂണ്ടുന്ന ഒറ്റ കാര്യമുള്ളൂ, കേരള മോഡൽ തന്നെയാണ്. കേരളം വെക്കുന്ന കേരള മാതൃകകൾ ഒരുപാടുണ്ട്. മതം നോക്കാതെ, ജാതി നോക്കാതെ, രാഷ്ട്രീയം നോക്കാതെ സാഹോദര്യ തുല്യരായി ഒറ്റക്കെട്ടിൽ ഒരു തൂണിനു കീഴിൽ ഒരു പ്രതിസന്ധി ഉണ്ടാവുമ്പോൾ അണിചേരുന്നവരാണ് മലയാളികൾ. നമ്മൾ പ്രബുദ്ധരാണ്, നമ്മൾ വിദ്യാസമ്പന്നരാണ്. നമ്മൾ തിരഞ്ഞെടുക്കുന്ന, നമ്മളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന നമ്മുടെ നേതാവിനെ എപ്പോഴും ഒരു ക്വാളിറ്റി ഉണ്ടെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാവട്ടെ. ആ ക്വാളിറ്റിയുള്ള നേതാവിനെ തിരിച്ചറിഞ്ഞാൽ മാത്രമേ ഇവിടെ ഒരു വികസനം ഉണ്ടാവത്തുള്ളൂ. ഇപ്പോൾ കൂണ് പോലെ മുളച്ചു വരുന്ന കുറേയേറെ സെലിബ്രിറ്റി രാഷ്ട്രീയക്കാരുണ്ട്. നമ്മൾ കാണുന്നുണ്ട് ബിഗ് ബോസ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ നിന്നും കൂവി വിളിച്ചും അലറി വിളിച്ചും അവിടെ എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ പുലമ്പിയും പുറത്തിറങ്ങിയ കുറേയേറെ ആളുകൾ ഇന്നൊരു രാഷ്ട്രീയത്തിന്റെ കവച കിരീടം അണിഞ്ഞുകൊണ്ട് നമ്മുടെ മുന്നിലുണ്ട്. അവരെ ജനം എന്തുകൊണ്ടും തിരസ്കരിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം നമ്മൾ പ്രബുദ്ധരാണ്. കാരണം അവർ പറയുന്നു, അവർ കാണിച്ചതാണ് യഥാർത്ഥ ദിശാസൂചിക. എവിടെയാണ് രാഷ്ട്രീയം, എവിടെയാണ് ജനസേവനം എന്ന് തിരിച്ചറിഞ്ഞ മലയാളികൾക്ക് അവരെ തിരിച്ചറിയുവാൻ കഴിയുമെന്നുള്ള ബോധ്യം എന്നെ പോലുള്ള സാധാരണക്കാർക്കുണ്ട്. ഇവിടെ ഒരു നേതാവ്, അതായത് ഒരു നേതാവ് ബേസ് ലെവലിൽ നിന്നും, അതായത് അവന്റെ വിദ്യാഭ്യാസ കാലഘട്ടം മുതൽ അവൻ എടുക്കുന്ന അവന്റെ നിലപാടുകളിൽ, അവൻ എടുക്കുന്നവന്റെ ജനക്ഷേമ പ്രവർത്തനങ്ങളിൽ, ജനസേവന പ്രവർത്തനങ്ങളിൽ, അവൻ കാഴ്ചവെക്കുന്നവന്റെ പ്രവർത്തന തലങ്ങളിൽ, അവൻ വളർന്നു വരുന്നവന്റെ രാഷ്ട്രീയത്തിന്റെ കാഴ്ചപ്പാടുകളിലുണ്ട് ഒരു ജനസേവനം എങ്ങനെയാവണമെന്ന്. അതിന്റെ ഒരു ബേസ് അല്ല ബിഗ് ബോസ്, അതിന്റെ ഒരു ഇടമല്ല സെലിബ്രിറ്റി സ്റ്റാർഡമുള്ള ചില ഏറെക്കുറെ ആളുകൾ. അവരെയെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് വ്യക്തമായ രീതിയിൽ പൊളിറ്റിക്സ് പറഞ്ഞുകൊണ്ട് വ്യക്തമായ രീതിയിൽ രാഷ്ട്ര സേവനം നടത്തുന്ന രാഷ്ട്രീയ സേവകർ നമ്മുടെ ഇടങ്ങളിൽ ഉണ്ടാവട്ടെ. അവർ നമ്മളെ ഭരിക്കട്ടെ. അവർ നമുക്ക് വേണ്ടി പുതിയ പുതിയ മാറ്റങ്ങൾ ഇവിടെ കൊണ്ടുവരട്ടെ. അവർ സാധാരണക്കാർക്ക് വേണ്ടി ശബ്ദമുയർത്തട്ടെ. അപ്പോൾ നമുക്ക് മറ്റു വിശേഷങ്ങളും ഇലക്ഷന്റെ ചൂടേറിയ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ ചാനലിൽ നമുക്ക് വീഡിയോകളുമായി തുടരാം. ഇനി മറ്റൊരു വിശേഷവുമായി വരുന്നതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുന്നു.